അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന യമനി മന്തിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കണ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു മന്തി. നല്ല ടേസ്റ്റുമാണ്, എളുപ്പം പരിപാടിയും കഴിയും. ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ എക്സാമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഇതുപോലെ യമനി മന്തി ഉണ്ടാക്കിയിട്ട് ഒക്കെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് ഇരുത്തേട്ടോ. അപ്പോൾ കുട്ടികളെ വയറും നിറയും, മനസ്സും നിറയും, ഒപ്പം നല്ല ഉഷാറായിട്ട് അവർ പഠിക്കുകയും ചെയ്യും. കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 4 വലിയ പീസ് എടുത്തിട്ടുണ്ടോ ചിക്കൻ്റെ. അപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതെടുത്തോളി കേട്ടോ. അത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കൂടും. അപ്പോൾ എനിക്കത് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ വലിയൊരു ചിക്കൻ 4 പീസാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കിട്ട് കൊടുക്കട്ടോ. നമ്മുടെ മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു യമനി മന്തി ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെയാണോ ഉണ്ടാക്കിയത് എന്നും കൂടി അറിയിക്കണം കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഒരു ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. മിക്സിൻ്റെ ജാറിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, നല്ല ഫ്രഷ് കുരുമുളക് നോക്കി എടുക്കുക. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മല്ലി സാധാരണ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സാധാരണ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടിയും നമ്മുടെ ചിക്കനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ എല്ലിയാണ്, നല്ല കട്ടിയും കനയൊക്കെ ഉള്ളതാണെങ്കിൽ 1 മാത്രം മതിയാവും. എല്ലാം കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ ആരും മറക്കല്ലേ കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഈ ഒരു കൂട്ടിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിൽ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ യമനി മന്തിക്ക് നല്ല ടേസ്റ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മന്തിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിവിടെ വീഡിയോ എടുക്കണതായതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. നമുക്ക് നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താലും മതിയാവും. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കനിൽ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നുകിൽ എനിക്ക് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ബ്രഷ് എടുത്തിട്ട് ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ല കേട്ടോ. സ്പൂണാകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒലിച്ച് പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ബ്രഷ് എടുത്തിട്ട് അതുമ്പോൾ ഇതുപോലെ തേച്ച് കൊടുക്കുക. എല്ലാ സൈഡുക്കും ചെയ്യണേ. അപ്പോൾ ഞാൻ 2 സൈഡിലും നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാല കോട്ടിങ്ങൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ പീസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളല്ലോ, എരിവും പുളിയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. യമനി മന്തിയിൽ ഒരുപാട് എരിവും പുളിയും അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാം ഒരു ചെറിയ രീതിയിൽ വെച്ച് ചെയ്യുക, എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ 4 ചിക്കൻ്റെ പീസുമേലും ഞാൻ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഈ ഒരു കൂട്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പൊടിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു മണിക്കൂർ, അപ്പോൾ പിറ്റേ ദിവസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു യമനി മന്തിക്കുള്ള കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഒരു ക്യാപ്സിക്കം എടുക്കുക, ഒരു കുഞ്ഞ് ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ളതൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്സിക്കം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ആ മാഗിൻ്റെ ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ ക്യൂബ്, അതൊന്നും വേണ്ട കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇതുണ്ടാക്കാറ്. അപ്പോൾ ഒരുപാട് ചിലവുകളും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ വില കൂടിയ മന്തി റൈസിൻ്റെ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മുടെ മന്തി റൈസ് എടുത്തിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി യമനി മന്തി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് വല്യുള്ളി എടുത്തിട്ട് അതും കൂടി നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം.
അതുപോലെ തന്നെ ഒരു 5 6 ഇല്ലി വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി എടുത്തിട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. കൂടുതലായിട്ടൊന്നും സംഭവങ്ങളൊന്നും ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ എന്ന് കരുതിയിട്ട് ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല. നല്ല രുചി തന്നെ നമുക്കിത് കഴിക്കാം. പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ക്യൂമിൻ സീഡും അതുപോലെ തന്നെ കുരുമുളക്, മല്ലി, ഉണങ്ങിയ നാരങ്ങ, ഏലക്ക, പട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തത്. ഏലക്ക ഒരു 10 12 ഏലക്ക. ഇന്ന് ഞാൻ എടുത്തത് ബസുമതി റൈസാണ്. വലിയ വില കൂടിയ അരിയൊന്നുമല്ല, ഒരു നോർമൽ അരി കേട്ടോ. ഇത് വെച്ചിട്ട് ചെയ്താലും യാതൊരു കുഴപ്പമില്ല, ഏത് അരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അതാ ഒരു ഇച്ചിരി സമയം ഇതൊന്ന് വെള്ളത്തിലൊന്ന് കിടന്നിട്ട് ഒന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ ഞാനിതുപോലെ ഒരു പാനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെയാണ്, ഒരു 5 കിലോ അരിയൊക്കെ കൊള്ളുന്ന ഒരു പോട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെ 1 കിലോ മാത്രമേ ചെയ്യണുള്ളൂ, എന്നാലും അത്യാവശ്യം വലിയ പോട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ച വലിയുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളി റൈസ് തന്നെയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഇനിയിപ്പോൾ ചെറിയൊരു പീസ് കിട്ടിയാലും അതിട്ട് കൊടുത്താലും മതിയാവും. ഞാൻ അത്യാവശ്യം ചെറിയൊരു ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തത്. അത് ഇനിയിപ്പോൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ പകുതിയായിട്ട് ഇങ്ങനെ കിടക്കും കരുതിയിട്ട് മുഴുവനായിട്ട് എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ നമ്മുടെ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 4 5 പച്ചമുളക് അതും കൂടി ഒരു സമയത്തിട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നന്നായിട്ടൊരു പച്ചമുളക് എല്ലാത്തിൻ്റെ മാറിയ ശേഷം ഇതാ നമ്മൾ ഏകദേശം 1 കിലോ അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ അരി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമ്മൾ കുതിർത്ത് വെച്ച അരി ഒരു 2-3 പ്രാവശ്യം കഴുകി നമ്മൾ ചോറൊക്കെ വാർക്കണം ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ വെള്ളം ഒരു തുള്ളി ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഉണങ്ങിയ രീതിയിൽ കിട്ടും കേട്ടോ. അങ്ങനെ വെച്ച അരിയാണിത്. വെള്ളം ഇട്ടിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. എല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, നല്ല എളുപ്പമുണ്ട്, എന്നാലൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ ആരും മറക്കല്ലേ. അപ്പോൾ അതാ ഒരുപാട് സമയം ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ റൈസും കണ്ടല്ലോ ഉണങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വെള്ളം നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 1 കപ്പ് റൈസിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കാറ്. അത് എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ, എന്നാലും എനിക്ക് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നെടുത്തുന്ന പാൻ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ ഇനി സാധാരണ ചെമ്പട്ടിയിൽ അലുമിനിയം ചെമ്പട്ടിയിൽ വെക്കുകയാണെങ്കിലും 1.5 ഗ്ലാസ് വെള്ളം മതി 1 കപ്പ് അരിക്ക്. ഞാനിവിടെ 1 കിലോ എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫോയിൽ പേപ്പറാണ് കേട്ടോ. ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ചോറ് വാർക്കുന്ന കൊട്ടയായാലും മതിയാകും. അപ്പോൾ എൻ്റെ കയ്യിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും സംഭവങ്ങളൊക്കെ നമ്മളെടുത്ത് റെഡി ആയിരിക്കും എപ്പോഴും. കുറച്ച് ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിരുന്നു കേട്ടോ. പിന്നെ വലുതൊന്നും കൊണ്ടുവന്ന് വെച്ചില്ല, ഇതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ചെമ്പൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ പോട്ടൊക്കെ ആകുമ്പോൾ ഈ ഒരു വക്കിന് നമുക്ക് നല്ല ബലത്തിൽ തന്നെ അവിടെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അമർത്തി കൊടുക്കണം, കൈയൊന്നും പൊള്ളാതെ തന്നെ ചെയ്യണേ. അപ്പോൾ അതാ ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് അമർത്തുക. അപ്പോൾ അതാ ബാക്കിയുള്ളൊരു പോർഷനും കൂടി എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ പോട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വാർക്കുന്ന ആ ഒരു കൊട്ടപ്പാത്രം ഉണ്ടല്ലോ, ആ ഒരു കൊട്ടപ്പാത്രം വെച്ചിട്ടും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊന്നും അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചോളണമെന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ഒരു 2 കിലോനോ അല്ലെങ്കിൽ 1 കിലോനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തോളി കേട്ടോ.
പിന്നെ നമ്മുടെ പപ്പടക്കോലുണ്ടല്ലോ, അതുകൊണ്ട് ഇതാ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ സാധാരണ കൊട്ടപ്പാത്രം ഉണ്ടെങ്കിൽ അത് മതി. എനിക്കിപ്പോൾ ഇത്ര വലിയൊരു കൊട്ടപ്പാത്രം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ പപ്പടക്കോല കൊണ്ടൊക്കെ ഒന്ന് കുത്തിവിട്ട് അത്യാവശ്യം വലിയ ഹോളന്നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഓരോ പീസും ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ നല്ല ബലത്തിൽ തന്നെ ആ ഒരു പോട്ടിന് ചുറ്റും നന്നായിട്ട് തന്നെ നല്ല ഉറപ്പിൽ തന്നെ നമ്മൾ കൈ വെച്ച് അമർത്തണം കേട്ടോ. പോരൊന്നുമില്ല കേട്ടോ, അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട. നല്ലോണം ഒന്ന് ചുറ്റി വരിഞ്ഞ് കൊടുത്താൽ മതി, നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതാ ഓരോരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ മസാല കൂട്ടി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും. ചിക്കൻ കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഓരോരോ പീസ് എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു കഷ്ണം ഫോയിൽ പേപ്പറും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. അതും നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണേ. ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം 45 മിനിറ്റ്. പടിയിൽ റൈസ് ഉണ്ട്, അപ്പോൾ ടെൻഷനായി, കാരണം ഇത് കരിഞ്ഞ് പിടിക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. 45 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് റൈസ് കിട്ടും. കരിഞ്ഞ് പിടിക്കൊന്നുമില്ല. ചെയ്യേണ്ട കാര്യം തീ പറ്റ സ്ലോയിലാക്കി കൊടുക്കട്ടോ, പറ്റ സിമ്മിലാക്കി കൊടുക്കുക. നമുക്കൊരു 45 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വരും. അപ്പോൾ ഇതിലേക്ക് എന്നുള്ള അടിപൊളി ഒരു സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സംഭവം ഇതാണ്. കുറച്ചൊരു നമ്മൾ കുക്കുംബർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒരു പീലറൊക്കെ വെച്ച് ഒഴിവാക്കി കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണൈസൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടാ. കഴിയുന്നവരൊക്കെ ഇതും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അത് അതിക്ക് ഞാൻ 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. പാകത്തിനുള്ള മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയുള്ളി ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് മയോണൈസൊക്കെ വെച്ച് ചെയ്യുക, മയോണൈസും ഒക്കെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസിന്. അപ്പോൾ അതാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ചോറൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഞാനും മുകളിലായിട്ട് ചെറിയ വെയിറ്റൊക്കെ വെച്ചിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ നല്ല ആവിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിലൊക്കെ എത്തും. നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് മാഷാഅല്ലാഹ് സൂപ്പറായിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് വെന്തിട്ടില്ലല്ലോ എന്നൊന്നും അത് കരുതണ്ട, നല്ല അടിപൊളിയായിട്ട് ഇത് വെന്തിക്കണം കേട്ടോ. കണ്ടോ, ഓരോ പീസും ഇതാ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ റൈസും കൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതങ്ങനെ ചിക്കൻ വന്നതാ ഓരോരോ കഷ്ണം ചാടനങ്ങൾ കണ്ടോ അറിയില്ല. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് പതുക്കെ തുറന്ന് നോക്കട്ടോ. ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഈ ഒരു ഫോയിൽ പേപ്പറിലുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കരുത് കേട്ടോ. അത് റൈസൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുക. അത് റൈസൊക്കെ ചേർത്തിട്ട് വേണം ഇളക്കാൻ. ഉണ്ടല്ലോ നമ്മുടെ റൈസ് ഏകദേശം ഒരു യെല്ലോ കളർ ഇങ്ങനെ മുകളിൽ നല്ല രീതിയിൽ വന്നിക്കണം. ആ ഒരു ചിക്കൻ എന്നുള്ള ആ ഒരു ഗ്രേവി ഇറങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്ത് വെച്ച ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു പാത്രത്തിൽ തന്നെ അങ്ങനെ അടുക്കി പെറുക്കി വെക്കുക. നടുവിൽ ചെറിയൊരു പാത്രം വെക്കുക. എന്നിട്ട് ചാർക്കോല് നമ്മളെ ഒന്ന് പുകച്ചെടുക്കണം കേട്ടോ. സ്മോക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു യമനി മന്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ചാർക്കോൾ. അങ്ങനെ വാങ്ങുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു ചിരട്ടയുടെ പകുതി എടുത്തിട്ട് നന്നായിട്ട് കത്തിച്ചെടുത്തിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആലോചിച്ച് നിൽക്കരുത്, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ നേരത്തെ വെച്ചൊരു ഇതുണ്ടായിരുന്നു ഇടിക്കല്ലേ, അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനത് വെച്ച് കൊടുക്കുകയാണ്, പുകയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാനാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ സമയമൊന്നും ഇത് അങ്ങനെ വെക്കേണ്ട ഒരു സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എടുക്കട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ ഈ ആവിക്ക് ഈ ഒരു പുകയൊക്കെ നമ്മൾ റൈസക്കും ചിക്കനിലോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിട്ടട്ടെ. അപ്പോൾ ഏകദേശം ഞാനൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് കേട്ടോ കൊടുക്കണത്. നമുക്ക് നോക്കതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന്. കണ്ടല്ലോ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ സ്മെല്ലോട്ട് ആ ഒരു സ്മോക്കിൻ്റെ വാസന, ആ ഒരു സ്മെല്ലൊക്കെ നമ്മളെ റൈസക്കും ചിക്കനിലോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിളമ്പി അതും കൂടി ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റൈസ്
പലർക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ വെന്തിട്ടുണ്ടാവുമോ എന്നായിരിക്കും. ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ആവിയിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെയ്തവർക്ക് മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളി കേട്ടോ. യാതൊരു പേടിയും പേടിക്കണ്ട. നല്ല ഉഷാറായിട്ട് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചിലർ ഈ ഒരു ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യും കേട്ടോ, കുറഞ്ഞ എണ്ണയിലൊക്കെ ഇട്ടിട്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം തോന്നുന്നുണ്ടല്ലോ. ചിക്കൻ അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നേനെ കേട്ടോ. നമ്മളെ റൈസും തന്നെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇപ്പം ഇനി അടിയിൽ ഇളക്കണമൊന്നുമില്ലല്ലോ. ഇത്രയും ഈ ഒരു 45 മിനിറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ അടി പിടിക്കുമോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. സാധാരണ ചെമ്പട്ടിയിൽ വെക്കുകയാണെങ്കിലും തീ കുറച്ച് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 45 മിനിറ്റ് കറക്റ്റാണ് നമ്മുടെ റൈസിനും ചിക്കനും ഒക്കെ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ചെറിയൊരു ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ ആ റൈസിൽ. അത് നന്നായിട്ട് തന്നെ എല്ലായിടത്തേക്കും ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒരുപാട് സൺഫ്ലവർ ഓയിലോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച് കൊടുത്ത് മാത്രം മതിയാകും. റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഗ്രേവി ഇറങ്ങിയത്, അതുപോലെ തന്നെ നമ്മളെ ഒരു എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് അടിപൊളി തന്നെ. സ്പൈസസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ. അതാ ഇനി ഞാനൊന്ന് വിളമ്പി കാണിച്ചു തരാം. പൊട്ടിപ്പിടിക്കുക, വേവില്ലാതെ നിൽക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ റൈസൊക്കെ ഉഷാറായിട്ട് വെന്തുക്കണം. ഇനി പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അതാ ഇതുപോലെ യമനി മന്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ. സാധാരണ നമ്മൾ മന്തി വെക്കാറുണ്ട്, അതിൽ നിന്നും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ ഈ ഒരു മന്തി. നമ്മൾ ചിക്കന് ആവിയിലിട്ടാണ് വേവിക്കുന്നത്. ആ ഒരു മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യൂലേ. അപ്പോൾ എണ്ണയൊന്നും ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കും ഈ ഒരു റൈസ് ഒന്ന് പരീക്ഷിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ കിട്ടുകയാണെങ്കിൽ ഒലീവ് ഓയിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ തടിക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല. സൺഫ്ലവർ ഓയിൽ ആണല്ലോ പിന്നെയും ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതില്ലേ. ചെറുതല്ല, വലിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നേക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. യാതൊരു പേടി നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. 45 മിനിറ്റ് ആവിയിൽ കിടക്കുമ്പോഴേക്കും തന്നെ നല്ല ഉഷാറായിട്ട് വേവും. അപ്പോൾ നമ്മളെ സാനു അറിയുന്ന വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളെ യമനി മന്തി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കണേ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും കാണും ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു യമനി മന്തി ഉണ്ടാക്കുകയും ചെയ്യട്ടെ കേട്ടോ. വലിയ പണിയൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, അതും വലിയ ചിലവില്ലാതെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.